Hey guys, welcome back to my YouTube channel. സ്മിത്തനിൽ നിന്ന് ഞാൻ കുറച്ച് ട്രയൽ പ്രോഡക്ട്സ് മേടിച്ചതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. സോ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം. അത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് മാത്രമല്ല ലിപ്സിന് നല്ലൊരു ഡെഫിനേഷൻ കൊടുക്കാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ റിയലി ഹെൽപ്സ് ആൻഡ് നല്ലൊരു ഫിനിഷിങ് തരും. മാത്രമല്ല കുറച്ചധികം നാൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരു 1 year ബാക്ക് മേടിച്ചതാണ്. ഇപ്പോഴും ഇത് തീർന്നിട്ടില്ല. ആൻഡ് ഓൾസോ ചെക്ക് ദ എക്സ്പയറി ഡേറ്റ് നോക്കണം കേട്ടോ. സോ ഇത് മാനുഫാക്ചറിങ് ഡേറ്റ് വന്നിട്ട് 2023 ആൻഡ് യൂസ് ബിഫോർ മാർച്ച് 2027. സോ ഇനിയൊരു നെക്സ്റ്റ് ഇയർ കൂടെ എനിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഇത്രയും ആയിട്ടുണ്ട്. സോ അത്യാവശ്യം നമുക്ക് കുറച്ചധികം ലോങ് ടേമിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ്. എന്തായാലും ഞാനൊന്ന് റീസ്റ്റോക്ക് ചെയ്തു. ഇതിൻ്റെ തന്നെ ഒരു ന്യൂഡ് കളർ ലിപ് ലൈനർ ഉണ്ട് കേട്ടോ. എൻ്റെ സൂപ്പർ ലിപ് ലൈനർ ആണ് അത്. ഞാൻ പിന്നെ എനിക്ക് നോക്കിയപ്പോൾ കിട്ടിയില്ല. ഞാൻ ഈ മേടിക്കുമ്പോൾ കാണിച്ചു തരാം. ആക്ച്വലി നമ്മുടെ ന്യൂഡ് കളർ ലിപ്സ്റ്റിക്സിനായിട്ട് പെയർ ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ലൈനർ ആണ്. അത് മാത്രമല്ല ആ ലിപ് ലൈനർ വെച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് ഒരു ന്യൂഡ് കളർ ലിപ്സിലേക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് അത് നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ കാണിച്ച ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. വന്നിട്ട് ഓക്കെ, ഇതെനിക്ക് എന്താ പറയാ പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. സേജ് അപ്പോത്തേക്കാരിയോ അങ്ങനെ എന്തോ അറിയില്ല. അതിൻ്റെ ഹിമാലയൻ ചെറി ബ്ലോസം ബോഡി മിസ്റ്റ് ആണ്. ഇത് ഒരു ചെറിയ ബോഡി മിസ്റ്റ് ഞാനൊന്ന് ട്രയൽ നോക്കിയതാണ്. പക്ഷെ ഇതിന്റെ സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ, ആക്ച്വലി എന്താ പറയാ, നമ്മൾ ഈ ടെമ്പിൾ വിസിറ്റിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈൻ സ്മെല്ലാണ്. നല്ലൊരു ശരിക്കും ടെമ്പിൾ വിസിറ്റിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു കൈൻഡ് ഓഫ് സ്മെൽ, ഒരു ഡിഫറെന്റ് ഒരു ഡിവൈൻ കൈൻഡ് ഓഫ് സ്മെൽ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ ടെമ്പിൾ വിസിറ്റിനൊക്കെ പോകുമ്പോൾ പറ്റിയ ഒരു ബോഡി മിസ്റ്റ് ആണ് യൂസ് ചെയ്യാൻ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഡിയോഡ്രന്റ് പറഞ്ഞിരുന്നു. ഡിയോഡ്രന്റ് ഞാൻ ഇതുവരെ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കാരണം കുറേ കേട്ടിട്ടുണ്ട് മീൻസ് അണ്ടർആംസ് ഡാർക്കൻ ആവും അങ്ങനെ. അതുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ പേടിയായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നിവിയയുടെ ഡിയോഡ്രന്റ് നല്ല ഡിയോഡ്രന്റ് ആട്ടോ. ബിക്കോസ് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടണത്. അത് മാത്രമല്ല ഈസിയാണ് യൂസ് ചെയ്യാനായാലും അപ്ലൈ ചെയ്യാനും ഈസിയാണ്. റോൾ ഓൺ ആയ കാരണം ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് സ്മെൽ സോ നൈസ്. ആൻഡ് ഇതിങ്ങനെ ഒരു ക്രീം പോലെയാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് വരിക. ആൻഡ് നല്ല മണം. നെക്സ്റ്റ് ഇങ്ങനെ ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെ ഐലൈനർ ആണ്. ഇത് അടിപൊളി ഐലൈനർ. ഞാനിത് റാൻഡം ആയിട്ട് കണ്ടതാ. പക്ഷെ വേറെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ എനിക്ക് അത്രയും കിട്ടിയില്ല ഈ ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട്. പക്ഷെ ദിസ് ഐലൈനർ സൂപ്പർ. ഞാനിവിടെ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചു തരാൻ വേണമെങ്കിൽ കണ്ടോ. നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആണ്. അത് മാത്രമല്ല ഇപ്പൊ ഇത് കുറച്ച് നേരത്തെ വരച്ചതാ. കണ്ടോ, സ്മഡ്ജാവേ ഇല്ല അങ്ങനെ. ഇത് കണ്ടോ, നല്ല അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്ര സ്മഡ്ജ് ആവുന്നില്ല. ആൻഡ് നമ്മൾ വിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നോളൂ. അത്യാവശ്യം കുറച്ചൊന്ന് ഞാൻ ഈ അലവര ജെല്ല് വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് പോണത്. മോർണിംഗ് ടു നൈറ്റ് വരെ ഇട്ടാലും അതേപോലെ തന്നെ ഡിഫൈൻ ആയിട്ട് നിന്നോളും. സോ ദിസ് വൺ ഇസ് വെരി ഗുഡ്. ആൻഡ് പിൽഗ്രിമിന്റെ 2 പ്രോഡക്ട്സ് ഞാൻ ട്രയൽ മേടിച്ചിരുന്നു. വൺ ഇസ് ഹൈഡ്രാ ഗ്ലോ മോയ്സ്ചറൈസർ ആൻഡ് ഗ്ലോ സ്ലീപ്പിംഗ് മാസ്ക്. രണ്ടും കൊള്ളാം. ഈ ഹൈഡ്രാ ഗ്ലോ മോയ്സ്ചറൈസറിൽ ഹൈലറോണിക് ആസിഡ് ആൻഡ് നയസിനമൈഡ് ഉണ്ട്. സോ ഇത് അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടും. മീൻസ് മോയ്സ്ചറൈസർ ഇട്ടാൽ തന്നെ അത്യാവശ്യം ഫേസ് നല്ല ഗ്ലോവി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല നല്ലൊരു ഹൈഡ്രേഷൻ ആണ്. പ്ലസ് ഇതിൽ വാട്ടർമെലൺ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സ്മെൽ എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് അക്വാലോജിക്കയുടെ പ്രോഡക്ട്സ് ഒക്കെ വാട്ടർമെലൺ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു സ്മെല്ല്. ആ സെയിം സ്മെല്ല് ഇതിനുണ്ട്. ആൻഡ് നല്ല കൊറിയൻ റൈസ് വാട്ടർ ഒക്കെ ഉള്ള എന്തോ സംഭവമാണ്. സോ ദിസ് ഇസ് വെരി നൈസ്. ആൻഡ് ഗ്ലോ സ്ലീപ്പിംഗ് മാസ്ക് വന്നിട്ട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യുക. അതിങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ 2 days കൂടുമ്പോൾ യൂസ് ചെയ്താൽ അത്രയും നല്ലത്. ഓൾസോ ഇത് ഇട്ടിട്ട് കാലത്തെണീക്കുമ്പോൾ അത്യാവശ്യം ഒരു ഗ്ലോ ഫേസിലേക്ക് വരുന്നുണ്ട്. ആൻഡ് കൺസിസ്റ്റൻസിയും രണ്ടിൻ്റെയും പറയണമല്ലോ. കൺസിസ്റ്റൻസി വളരെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കൺസിസ്റ്റൻസിയാണ്.
ഇത് കുറച്ചുകൂടെ ഈ ഗ്ലോ സ്ലീപ്പിംഗ് മാസ്ക് കുറച്ചുകൂടെ സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും ലൈറ്റ് കൺസിസ്റ്റൻസിയാണ്. അത് നമ്മൾ എടുക്കുന്ന എമൗണ്ട് അനുസരിച്ചിരിക്കും. ഞാൻ കുറച്ച് അധികം എമൗണ്ട് എടുത്തിരുന്നു. ഇതും അതെ, ഇത് അത്ര ഓവർ സ്റ്റിക്കി ഒന്നുമല്ല, നല്ല ഗ്ലൈഡായിട്ട് ഈസിലി ഗ്ലൈഡ് ആവുന്നുണ്ട് ഫേസിൽ. സോ ഇതൊക്കെയാണ് ഞാൻ സ്മിറ്റനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്ട്സ്. വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. വേറെ ഏതെങ്കിലും പ്രോഡക്ട്സ് പ്രത്യേകം റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, സോ ദാറ്റ് ഐ ക്യാൻ ബൈ ആൻഡ് റിവ്യൂ. Yeah, that's it. Thank you. Bye bye.